ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമ്മൂസ് കിച്ചൺ. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും ബാക്കി വരുന്നൊരു സാധനമാണ് ദോശമാവ്. അപ്പം നമുക്ക് ദോശമാവ് കൊണ്ട് എങ്ങനെ അടിപൊളി ജിലേബി ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം. ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് ദോശമാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ അരിയും ഉഴുന്നും കൂടി അരച്ചുണ്ടാക്കുന്ന ദോശമാവ് തന്നെയാണിത്. ഇതിലേക്ക് ഞാൻ ഒരു 2 തുള്ളി ഫുഡ് കളർ ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് ഈ ഫുഡ് കളർ ഒഴിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ കളറില്ലാതെ ഉണ്ടാക്കുന്നതാണ് നമുക്ക് ആരോഗ്യത്തിന് നല്ലത്. എന്നിരുന്നാലും ജിലേബിയുടെ ഒരു നിറം കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇവിടെ ഈ കളർ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. മാവ് ഒരല്പം ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും അതോടുകൂടെ 1 പിഞ്ച് ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലതുപോലെ നമുക്കൊന്ന് യോജിപ്പിച്ച് എടുക്കാം. ഇതിലോട്ട് നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയോ മൈദയോ ഇടാം. ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് ഇട്ടേക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മാവ് ഒരുപാട് ലൂസായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജിലേബി ഷേപ്പിൽ കിട്ടത്തില്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ ഗോതമ്പ് പൊടി ഇട്ട് ഒരല്പം കട്ടിക്ക് എടുക്കുന്നത്. ഈ പരുവത്തിൽ വേണം നമ്മുടെ മാവ് ഇരിക്കാനായിട്ട്. ഇനി നമുക്ക് ഇതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഐസിങ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പൈപ്പിംഗ് ബാഗ്, അതിലോട്ട് നമുക്ക് മാറ്റാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് വെച്ച് അതിനകത്തേക്ക് പൈപ്പിംഗ് ബാഗ് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ യൂസ് ചെയ്യാം കേട്ടോ. ഇത് നമ്മൾ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ജിലേബി നല്ലതായിട്ട് വീർത്തിങ്ങ് വരും. നിങ്ങളുടെ കയ്യിൽ പൈപ്പിംഗ് ബാഗ് ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ ഒരു കവർ എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ടൈറ്റായിട്ട് പിടിച്ചിട്ട് ഇതിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് ഇതിൻ്റെ അറ്റം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. മാവ് ലൂസായി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. എന്നിട്ട് നമുക്കൊരു പാൻ സ്റ്റൗവിൽ വെച്ച് ഒരല്പം എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോഴത്തേനും ഇതുപോലെ ജിലേബി ചുറ്റിച്ചെടുക്കാം. ജിലേബി വറുത്തെടുക്കുമ്പോൾ നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ തീ വളരെ കുറച്ചേ ഇടാവുള്ളൂ. മീഡിയം ഫ്ലെയിമിലെ തീ ഇടാവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ ജിലേബി പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇടയ്ക്കൊന്ന് നമുക്ക് തിരിച്ചു മറച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. അങ്ങനെ നമുക്ക് ഈ ജിലേബി ഇതേപോലെ വറുത്ത് കോരാം. ഇനി നല്ല നിറമുണ്ട് കേട്ടോ. ഇത് ഈ ലൈറ്റിൻ്റെ ഷെയ്ഡ് കൊണ്ടാണ് ഈ നിറം കുറവായിട്ട് തോന്നുന്നത്. ഇതിലൊക്കെ നമുക്ക് മാത്രമായിട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ കളർ ഇടണമെന്നില്ല. അതിന് പകരം ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ടാലും നല്ല മഞ്ഞ നിറം കിട്ടുന്നതാണ് കേട്ടോ. അപ്പം നമ്മളിത് ഇതെല്ലാം ഇവിടെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പഞ്ചസാര പാനി ഉണ്ടാക്കി അതിനകത്ത് മുക്കിയെടുക്കണം. അപ്പം നമുക്ക് അതിനെന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഇത് കണ്ടാൽ തന്നെ അറിയാം നമ്മുടെ ജിലേബിയൊക്കെ നല്ലതായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ആ ബേക്കിംഗ് സോഡ ഇട്ടതിൻ്റെയാണ് ഇത്രയും പൊന്തി വന്നേക്കുന്നത്. പഞ്ചസാര പാനി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് ഈ പഞ്ചസാരയൊക്കെ ഒന്ന് അരിഞ്ഞ് നല്ലതുപോലെ തിളച്ച് വരണം. നമ്മുടെ പഞ്ചസാര നന്നായിട്ടൊന്ന് തിളച്ച് പഞ്ചസാര പാനിയായിട്ട് വരണം. ജിലേബിക്ക് ഒരല്പം നിറം കിട്ടാനായിട്ട് ഞാൻ ഇതിലേക്ക് കൂടി കുറച്ച് കളറ് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് എണ്ണയിൽ വറുത്ത് കോരിയ നമ്മുടെ ജിലേബി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ജിലേബി ഇതിൽ ഒരു 2-3 മിനിറ്റ് നല്ലതുപോലെ സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പം നമ്മുടെ ജിലേബി നല്ല ജ്യൂസി ആയിട്ടും നല്ല മധുരമുള്ള ജിലേബി ആയിട്ട് നമുക്ക് കിട്ടും. ഇതിന് നല്ല നിറമുണ്ട് കേട്ടോ. ഈ ലൈറ്റിൻ്റെ ഷെയ്ഡ് കൊണ്ടാണ് ഇതിന് നിറമില്ലാതെ നമുക്ക് തോന്നുന്നത്. പ്ലേറ്റിലേക്ക് മാറ്റുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇതേപോലെ നല്ല ജ്യൂസി ആയിട്ടുള്ള ജിലേബി നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ ഈസി ആയിട്ടും സിമ്പിളായിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ജിലേബി നമ്മൾ വറുത്തെടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് മാത്രം വറുത്തെടുക്കുക. ഇതേപോലെ ജിലേബി നല്ല സോഫ്റ്റായിട്ട് നല്ലതായിട്ട് പൊന്തി വരാനായിട്ട് ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒരല്പം ചേർക്കുക. ഇതിൽ നിന്ന് വാങ്ങുന്ന ജിലേബി പോലെ നല്ല നിറം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാവിലും അതേപോലെ തന്നെ പഞ്ചസാര പാനിയിലും അല്പം നിറം ചേർക്കുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ഒരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ഫ്രം അമ്മൂസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സ്.